ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇപ്പോ അനീഷിനെ പറ്റി അക്ബറും നെവിനും പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. അനീഷിനെ പറ്റി അല്ല, ലക്ഷ്മിയെ പറ്റിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പറയുന്നത് ഇതാണ്: ലക്ഷ്മി അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അനീഷേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു. അത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് വെറും തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞ് ആ രീതിയിലാക്കാനായിട്ട് നോക്കുന്നു. അതിപ്പോ നമ്മളിപ്പോ തെറ്റ് ചെയ്താൽ, അനീഷേട്ടൻ തെറ്റ് ചെയ്താൽ നമ്മൾ തെറ്റ് തിരുത്തി കൊടുക്കും, നമ്മളത് പറയും. പക്ഷെ ലക്ഷ്മി അങ്ങനെ ചെയ്യുന്നില്ല. അത് വേറുള്ളവർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്ന് ലക്ഷ്മി ആക്കി തീർക്കുമെന്ന് പറയുന്നുണ്ട് അക്ബർ നെവിന്റെ അടുത്ത്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ലക്ഷ്മി ഡിസേർവിംഗ് അല്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ. ടോപ്പ് 5 വരാൻ ലക്ഷ്മി ഒട്ടും ഡിസേർവിംഗ് അല്ല, ആര്യൻ ഡിസേർവിംഗ് ആണ്. ആര്യൻ ടോപ്പ് 5 ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് അക്ബർ പറയുന്നു. ടാസ്കിലൊക്കെ മരിച്ചു കിടന്ന് കളിക്കും, പിന്നെ നല്ല പ്ലെയർ ആണ്, നല്ല കളിച്ചു തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അപ്പാനി ശരത്തിനെ പ്രബുദ്ധരായ മലയാളികളെ പുറത്താക്കി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പാനിയൊക്കെ നിന്ന നിപ്പിലാണ് ഔട്ടായി പോയത് എന്ന് അക്ബർ പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മിക്ക് ഹെവി PR വർക്ക് നടക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ ഫാമിലി വന്ന സമയത്ത് അനീഷിന് സപ്പോർട്ടുണ്ട്, അനീഷിനോട് നിന്ന് കളിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ അക്ബർ നെവിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇവര് ഫുൾ ചർച്ചകളാണ്. ഇവര് പറയുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ ഫാൻവാറും കാര്യങ്ങളൊക്കെ നടക്കും, പലർക്ക് വേണ്ടിയും ഫാൻവാറും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടാവും ഇപ്പൊ പുറത്ത്. പക്ഷെ അടുത്ത ബിഗ് ബോസ് വരുമ്പോ നമ്മളെയൊക്കെ എടുത്ത് ചവിട്ടുകൊട്ടെ കളഞ്ഞിട്ട് അതിന് പുറകെ പോവും, അതിന് പിന്നാലെ പോകുമെന്ന് പറയുന്നുണ്ട്. അത് നെവിനും അക്ബറും രണ്ടുപേരും ശരിവെക്കുന്ന ഒരു കാര്യമാണ്. ഞാനും ശരിവെക്കുന്നു, കാരണം അതാണ് സത്യം. ബിഗ് ബോസ് മലയാളത്തിന്റെ ഒരു പാറ്റേൺ അതാണ്. ഒരു ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് എല്ലാവരും എടുത്ത് തലയുടെ മുകളിൽ എടുത്ത് വെക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ ഇടിയിൽ അങ്ങോട്ട് ഇടും, പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. മുമ്പുള്ള വിന്നേഴ്സിന്റെ അവസ്ഥ തന്നെ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ സീസൺ വിജയിച്ച വിന്നറിന്റെ അവസ്ഥ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എല്ലാം മനസ്സിലാവും. അപ്പൊ നെവിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നല്ല ഗെയിമർ അല്ലേ, ഞാൻ ഈ ആഴ്ച പുറത്തു പോകാൻ യോഗ്യനാണോ, ഞാൻ ഈ ആഴ്ച പുറത്തു പോകേണ്ടവനാണോ എന്നുള്ള രീതിയിലൊക്കെ നെവിൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, നീ സൂപ്പർ ആടാന്ന് പറയുന്ന പോലെ അക്ബർ പറയുന്നുണ്ട്, നീ അടിപൊളിയാണ്, നീ ഈ ആഴ്ച പുറത്തു പോകേണ്ടതെന്നല്ല, നീയും ടോപ്പ് 5 ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു ഇവർ തമ്മിലുള്ള സംസാരം. ലക്ഷ്മി അനീഷിന്റെ മോശം കാര്യങ്ങള് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നും ലക്ഷ്മി അതിനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നതെന്നും ഇവര് ചുമ്മാ പുറത്തേക്ക് വിടാൻ ശ്രമിക്കുന്ന ഒരു ഫോൾസ് നരേറ്റീവ് ആണ് കേട്ടോ. ഇത് അക്ബർ തന്നെ പറയുന്നുണ്ട്, നമുക്ക് തോന്നുന്ന പോലെ ആയിരിക്കില്ല പുറത്ത് പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം. ഇത് ലക്ഷ്മി അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അനീഷിന്റെ ഭാഗത്ത് 100% ന്യായമുള്ള കേസുകൾ തന്നെയാണ്. അല്ലാത്ത ഒരു കാര്യവും ലക്ഷ്മി ഏറ്റ് പിടിച്ചിട്ടില്ല. ഇപ്പം അക്ബർ ഇതൊക്കെ പറയുന്നതിന്റെ ഒരു വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ആ ഒരു കേസ് ഉണ്ടല്ലോ, മറ്റേ ബസ് പരാമർശം, ആ ഒരു പരാമർശത്തിന്റെ വെളിച്ചത്തിലാണ് അക്ബർ ഇതൊക്കെ പറയുന്നത്. അപ്പോ ലക്ഷ്മി പറയുന്ന എല്ലാത്തിനോടും നമ്മൾ യോജിക്കുന്നൊന്നും ഇല്ലെങ്കിലും ലക്ഷ്മി അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ, അത് അനീഷിന്റെ ഭാഗത്ത് ന്യായമുള്ള കേസുകൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് നിന്നുകൊണ്ട് അക്ബറിന് തോന്നുന്ന കാര്യം അക്ബർ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.